ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ പോയപ്പോൾ ഉമ്മയും ഉമ്മയും കൂടിയിട്ട് ചായയുടെ കടികളൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കണ്ടത്. നമുക്ക് എല്ലാ പെരുന്നാൾക്കും രാവിലെ ചായ കുടിക്കുക, എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നാവും, തറവാട്ടിലുള്ളവരും എല്ലാവരും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് നിസ്കരിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇമാം നിന്നിട്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നത്. എല്ലാ പ്രാവശ്യം ഉമ്മയാണ് നിൽക്കാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കസിൻസ് കുട്ടികൾ ഓരോരുത്തരായി ഇങ്ങനെ വരികയാണ്. എന്താണ് വെളിച്ചെണ്ണപ്പത്തി പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം വീട്ടിലെത്തിയത് ഇവരാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതും ഇതൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പള്ളിക്കുന്നത് ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുന്ന് തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഉപ്പാക്കൊക്കെ വിളിച്ചു, രാവിലെ ഉപ്പ വിളിച്ചിട്ട് ഈ മുമ്പാർക്കൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ പെരുന്നാൾക്കും പുട്ട് മസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പുട്ടില്ലാതെ പെരുന്നാൾ ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ പുട്ട്, വെളിച്ചെണ്ണ പത്തിരി, അതുപോലെ തന്നെ വെള്ളപ്പം, പിന്നെ ചിക്കൻ കറി, ബീഫ്, അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നെ കുട്ടികളും മാമിമാരും എല്ലാവരും എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പെരുന്നാൾക്ക് രാവിലെ എല്ലാവരും ഇവിടെ എൻ്റെ വീട്ടിൽ കൂടിയാൽ ഒരു രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ, പെരുന്നാൾ ഫീലൊക്കെ വരുള്ളൂ. അങ്ങനെ അവർ തറവാട്ടിലോട്ട് പോയി. പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തറവാട്ടിലേക്ക് പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ആകെ മുടിയൊക്കെ കിടന്ന് പാറി കളിക്കായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ പോവോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി. തറവാട്ടിൽ ഇവിടെ മൂത്താപ്പാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ കസിൻസ് എല്ലാവരും പാടെ ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. ഞങ്ങളുടെ ക്യാമറമാനെ കാണിച്ചു തരാം. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളാച്ചാൽ ഫോട്ടോ എടുത്തിട്ട് നേരം പോയതായിരുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. മൂത്താപ്പാൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ ഫുഡൊക്കെ. പിന്നെ ഉമ്മ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ മൈലാഞ്ചിയിലായിരിക്കണം. തലേ ദിവസം ഫുൾ പണികളൊക്കെ ആയിട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഉമ്മ ഇടുന്ന് കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ഇട്ടേക്കാമെന്ന്. അപ്പോൾ ഞാനും കൈ കാണിച്ചു കൊടുത്ത് മൈലാഞ്ചിയൊക്കെ ഇട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തറവാട്ടിൽ നിന്ന് പോരുകയാണ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒന്ന് സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെരുന്നാളല്ലേ, എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തറവാട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് മാമന്മാരെ വീട്ടിലൊക്കെ പോയി എല്ലാവരെയും കണ്ടു. അങ്ങനെ അവിടുന്ന് കസിൻസും എല്ലാവരും പാടെ അവിടെ അന്നൊരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞു പെരുന്നാളിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അതിന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ എത്തി. ഫസ്റ്റൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേനും പരിപാടി കളറായി സെറ്റായി അടിപൊളിയായിരുന്നു കേട്ടോ. പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടോ. ഒരു സ്കൂട്ടിയും ബസ്സും തമ്മിൽ എന്തോ ഒരു ചെറുതായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രോഗ്രാമൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനാണ് കേട്ടോ. പ്രോഗ്രാം കഴിയുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ പുല്ലിൻ്റെ ഇടയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് ഇവൾക്ക് സ്റ്റുഡൻറ്റ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോ ഇറക്കിയായിരുന്നു വീട്ടിലെത്തിയിട്ട്. നമ്മൾ പിന്നെ എല്ലാവരും പാടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.